കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി കുടുംബം. കുട്ടിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പരാതി. അതേസമയം ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച് മറുപടി പറയാമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഓഗസ്റ്റ് 14 മരിച്ച അനയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരമല്ല, ഇൻഫ്ലുവൻസ എ മൂലമുള്ള വൈറൽ ന്യൂമോണിയ ബാധിച്ചാണ് അനയ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തലിന് വിപരീതമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മതിയായ പരിശോധനയും ചികിത്സയും ലഭിച്ചില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ തള്ളിയിരുന്നു. തങ്ങളുടെ വാദം തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് അനയയുടെ കുടുംബം പറഞ്ഞു. ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ള ഡെത്തിനുള്ള റീസൺ ഒന്നും ഇതിനില്ല എന്നാണ്. അത് നിങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. കുടുംബത്തിന്റെ ആരോപണം തള്ളുകയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ. പിഴവൊന്നുമില്ല. 10:30 വന്നിട്ട് 2 മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് പിഴവറ്റാണല്ലോ. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. OP-യിൽ വന്ന കുട്ടിയാണ്. 1/2 മണിക്കൂർ ആംബുലൻസിനെ വെയിറ്റ് ചെയ്യാനാണ് വേറൊരു ഡിലേ ഉണ്ടായിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അത് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുള്ളത് നോക്കട്ടെ. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഇതിനു മുൻപ് ആരാണ് പറഞ്ഞത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ. കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ അനയയുടെ പിതാവ് സനൂപ് റിമാൻഡിലാണ്. മീഡിയ 1 കോഴിക്കോട്.